ഇഡ്ലിക്കും ദോശയ്ക്കും പൂരിക്കൊക്കെ ഒരേ ചട്നി കഴിച്ച് മടുത്തവരാണെങ്കിൽ ഈ ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി ആട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഭർത്താവിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, ഭർത്താവ് അപ്പം തന്നെ പറയട്ടോ, ഓ ഇവിടെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണല്ലോ കർത്താവേന്ന്. അത്ര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചുമ്മാ അല്ല, എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലേ. അപ്പോൾ ഇതൊരു പാത്രം വെച്ചു, അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ വെച്ചതിന് ശേഷം ഉഴുന്നിടുക കേട്ടോ. പിന്നെ അതിൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾക്ക് സ്വല്പം ഗാർലിക്ക് തൊള്ളിയോടക്കനാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മളൊരു സവാള അരിഞ്ഞു, പിന്നെ 2 തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഉപ്പിടുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതിന് ശേഷം കുറച്ച് തേങ്ങ കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ തേങ്ങ ഇടുന്നത്, ചരുകാറില്ല, ഭയങ്കര എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഒരു ചെറുതായിട്ടൊരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്നുമില്ല, മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ തക്കാളി ഉഴുന്ന് ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കാത്തവരാണെങ്കിൽ വീട്ടിൽ എന്തായാലും ഒന്ന് പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാൻ കരണ്ടി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.